വരൂ പ്രവീൺ സാറേ. ഇക്കാലത്ത് എത്ര തരം വർക്കുണ്ടോ അത്രയും തരങ്ങളിൽ തന്നെയുള്ള ഗ്ലൂവുമുണ്ട്. ആക്രിലിക് ലാമിനേറ്റ് പ്ലൈവുഡിൽ ഒട്ടിക്കാനായി പ്രോബോണ്ട്, പേപ്പർ ലാമിനേറ്റ് WPC ബോർഡിൽ ഒട്ടിക്കുന്നതിനായി പ്ലാസ്റ്റി ലോക്ക്, ചാക്കോൾ ഷീറ്റ് MDFൽ ഒട്ടിക്കുന്നതിനായി നെയിൽ ഫ്രീ അൾട്ര. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞതൊക്കെ ഒരൊറ്റ ഗ്ലൂ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാലോ? എല്ലാം ഒരൊറ്റ ഗ്ലൂ കൊണ്ടോ? അതെ, ഫെവിക്കോളിന്റെ പുതിയ മൾട്ടിപർപ്പസ് ഗ്ലൂ ഫെവിക്കോൾ മൾട്ടി ലോക്ക്. ഒട്ടിക്കാം ഏത് സർഫസിലും ഏത് ഷീറ്റും. WPCയിൽ ആക്രിലിക് ഷീറ്റും. ഏത് ഷീറ്റും ഏത് സർഫസിലോ? അതേപോലെ WPCയിൽ ആക്രിലിക് ഷീറ്റ് ഉൾപ്പെടെയോ? അതെ, ഫെവിക്കോൾ മൾട്ടിലോക്ക് ഉപയോഗിച്ച് ആക്രിലിക് ലാമിനേറ്റ്, PVC ലാമിനേറ്റ്, പേപ്പർ ലാമിനേറ്റ് എന്നിവ ഏത് ബോർഡിലേക്ക് ഒട്ടിക്കാം. അതായത് WPC, PVC, പിന്നെ പ്ലൈവുഡ്. അതുമാത്രമല്ല, ഇത് വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്കിത് മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ചാർക്കോൾ ഷീറ്റുകൾ, ലൂവറുകൾ, ACP, കല്ല്, മാർബിൾ, മെറ്റൽ, മിറർ എന്നീ വസ്തുക്കൾ ഏത് സർഫസിലും ശക്തമായി ഒട്ടിക്കാം. അപ്പോ ഇത് ആക്രിലിക് പ്ലൈവുഡിൽ ഒട്ടിക്കാൻ പ്രോബോണ്ടിനേക്കാൾ നല്ലതാണോ? സംശയമില്ല, ഫെവിക്കോൾ മൾട്ടി ലോക്കാണ് പ്രോബോണ്ടിനേക്കാൾ മികച്ചത്. കാരണം ഇതിന്റെ കട്ടിംഗ് ടൈം 2-3 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പൂർണ്ണമായി വാട്ടർ പ്രൂഫാണ്. കൂടാതെ ഇതിൽ ഏറ്റവും മികച്ച ആന്റി ബബിൾ ടെക്നോളജിയും ഉണ്ട്. ഏറ്റവും മികച്ച ആന്റി ബബിൾ ടെക്നോളജിയോ? വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? നമുക്കിത് തെളിയിക്കാം. ഈ ടെസ്റ്റിൽ നമുക്ക് 2 1x1 ഫീറ്റ് പ്ലൈവുഡ് എടുക്കാം. ഒന്നിൽ സാധാരണ ഗ്ലൂ, മറ്റേതിൽ മൾട്ടി ലോക്കും പുരട്ടാം. എന്നിട്ട് രണ്ടിലും ഒട്ടിക്കാം PVC ലാമിനേറ്റ്. ഇത് സെറ്റ് ആവാൻ 10 മിനിറ്റ് കാത്തിരിക്കാം. പിന്നെ കയർ ഉപയോഗിച്ച് ഫോഴ്സ് ഗേജ് കൊണ്ട് വലിക്കാം. എത്ര കിലോ വരെയുള്ള ബലം താങ്ങാനാവുമെന്ന് ഇത് കാണിക്കും. ഇവിടെ സാധാരണ അദസീവ് 6 മുതൽ 8 കിലോ വരെയുള്ള ബലത്തിൽ അടർന്നു പോകുന്നു. എന്നാൽ മൾട്ടി ലോക്ക് 42 കിലോ ആയിട്ടും അടർന്നു പോയിട്ടില്ല. അതായത് ഇതിന്റെ ബോണ്ട് 6 മടങ്ങ് സ്ട്രോങ് ആണ്. ഇത് ബോയിലിംഗ് വാട്ടർ പ്രൂഫാണ്. ഒറ്റ സർഫസിൽ മാത്രം പുരട്ടിയാൽ മതി. കുറഞ്ഞ പണി, കുറഞ്ഞ മെറ്റീരിയൽ, കുറഞ്ഞ ചെലവ്. പിന്നെ ഇതിന്റെ കട്ടിംഗ് ടൈം 2-3 മണിക്കൂർ മാത്രം. അതായത് മുമ്പ് 24 മണിക്കൂർ എടുത്തിരുന്നത് ഇപ്പോ 3-4 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാം. അതായത് സമയലാഭം. അപ്പോ ഇത് എങ്ങനെ ഒട്ടിക്കേണ്ടത്? ശരി, നമുക്കിനി നോക്കാം ഇതെങ്ങനെ ഒട്ടിക്കേണ്ടത്. ഒട്ടിക്കേണ്ട സർഫസിൽ എണ്ണ, ഗ്രീസ്, പൊടി ഒന്നും ഉണ്ടാവാൻ പാടില്ല. WPC അല്ലെങ്കിൽ PVC ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് അകലം പാലിച്ചുകൊണ്ട് ബോർഡിൽ സ്ക്രാച്ച് ചെയ്യണം. ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അഴുക്കും പൊടിയും തുടച്ചു നീക്കണം. ഒരു സർഫസിൽ മാത്രം ഗ്ലൂ പുരട്ടുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗ്ലൂ ഉപയോഗിച്ച് ലാമിനേറ്റ് ഒട്ടിക്കുന്ന പ്രക്രിയ 6 മുതൽ 8 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണം. അതുകൊണ്ട് വലിയ ഏരിയ, ഒരു 8-4 അടിയുടെ ലാമിനേറ്റിലാണെങ്കിൽ 2 കാർപ്പൻറ്റർമാർ ഒരുമിച്ച് ഗ്ലൂ പുരട്ടി ലാമിനേറ്റ് ഒട്ടിക്കേണ്ടതാണ്. എന്നിട്ട് ഗ്ലൂ ഒട്ടിച്ച ബോർഡിൽ ആക്രിലിക് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ലാമിനേറ്റിന്റെ ബാക്ക് സർഫസിൽ ഗ്ലൂ നന്നായി പറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി ലാമിനേറ്റ് ഒരു തവണ ഉയർത്തി നോക്കുക. ഈ ടെക്നിക്കിനെ അറ്റാച്ച് ഡിറ്റാച്ച് മെത്തേഡ് എന്ന് പറയുന്നു. ശേഷം വൃത്തിയുള്ളൊരു തുണി കൊണ്ട് തുല്യമായ പ്രഷർ ചെലുത്തുക. തുടർന്ന് അതിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുക. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഗ്ലൂ പുരട്ടി 5-6 മിനിറ്റിനുള്ളിൽ ബോണ്ടിംഗ് പ്രക്രിയ പൂർത്തിയായെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഗ്ലൂ സർഫസിൽ ഉണങ്ങുകയും അതുകൊണ്ട് ശക്തമായ ബോണ്ട് ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ പൗച്ചിന്റെ ലിഡ് തുറക്കാൻ പാടുള്ളൂ എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പശ പുരട്ടുന്നതിനായി ഒരു ബ്രോഡ് നോട്ട് സ്പ്രെഡർ മാത്രം ഉപയോഗിക്കുക. ലാമിനേറ്റിന്റെ പീസ് ഉപയോഗിക്കരുത്. ഉപയോഗത്തിന് ശേഷം പൗച്ച് മുറുക്കി അടയ്ക്കുക. PETG പോളിസ്റ്റർ ലാമിനേറ്റുകൾ, റോളബിൾ മിക്സ്ഡ് പ്ലാസ്റ്റിക് ആക്രിലിക് ലാമിനേറ്റുകൾ, പിന്നെ PP അല്ലെങ്കിൽ PE ലാമിനേറ്റുകൾ എന്നിവയിൽ ഇത് ഉപയോഗിക്കരുത്. കാരണം അവ ശക്തമായൊരു ബോണ്ട് നൽകില്ല. അങ്ങനെ ഫെവിക്കോൾ മൾട്ടിലോക്ക് ഉപയോഗിച്ച് WPC ബോർഡുകൾ, PVC ബോർഡുകൾ, പ്ലൈവുഡ് പോലുള്ള ഏത് ബോർഡിലും ആക്രിലിക് അല്ലെങ്കിൽ PVC ഷീറ്റുകൾ ഒട്ടിക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു. ഫെവിക്കോളിന്റെ മൾട്ടിപർപ്പസ് ഗ്ലൂ ആയ ഫെവിക്കോൾ മൾട്ടിലോക്ക് ഏത് സർഫസിലും ഏത് ഷീറ്റും ഒട്ടിക്കാൻ സഹായിക്കുന്നു.